ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ Altium 365ൽ ഒരു വർക്ക് സ്പേസ് ഉണ്ടാക്കാനും അത് നമ്മുടെ ലോക്കൽ വർക്ക് സ്പേസുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിനെ പറ്റിയും പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ, നമുക്ക് ആ ഒരു വർക്ക് സ്പേസ് ഒന്ന് പോയി നോക്കാം. നമുക്ക് ആ റൂട്ട് സെറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ കാണുന്നതാണ് നമ്മുടെ വർക്ക് സ്പേസ്. നമുക്ക് പ്രോജക്ട്സിലൊന്ന് പോയി നോക്കാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രോജക്ട്സ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആൽറ്റിയം എന്ന് പറയുന്ന PCB ഡിസൈനറിൻ്റെ വേർഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഫീച്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അത് നമ്മുടെ പ്രോജക്റ്റിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്നും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതിന് നമുക്ക് ആദ്യം ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യാം. തൽക്കാലം നമുക്ക് ഈ HID കൺട്രോളർ ഓർഡിനോ ഒന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ അറിയാം, ഒരു സ്കീമാറ്റിക് ഫയലും ഉണ്ട്, അതുപോലെ തന്നെ ഒരു PCB ഫയലും ഉണ്ട് അല്ലേ? ഈ കാണുന്നതാണ് സ്കീമാറ്റിക് ഫയൽ, ഈ ഒരു പ്രോജക്റ്റിൻ്റെ സ്കീമാറ്റിക് ഫയൽ. ഇത് PCB ഫയൽ. ഓക്കെ, ഈ രണ്ട് ഫയലും നമ്മൾ ഓൺലൈനായിട്ട് അവൈലബിൾ ആക്കണം, നമ്മുടെ വർക്ക് സ്പേസിൽ അവൈലബിൾ ആക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് പ്രോജക്റ്റ് അവൈലബിൾ ഓൺലൈൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഫയൽ സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോഴത്തേക്കിൻ്റെ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ വേർഷൻ കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു ടിക്ക് ബട്ടൺ ടിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എന്നിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യുക. എന്നിട്ട് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് യെസ് സെലക്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രോജക്റ്റ് ഓൺലൈൻ വർക്ക് സ്പേസിൽ അവൈലബിൾ ആവും. അപ്ലോഡ് ആയിക്കഴിഞ്ഞാലത്തെ ഈ കാണുന്ന പോലൊരു മെസ്സേജ് വരും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ഇൻ ബ്രൗസർ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്തിട്ട് ബ്രൗസറിൽ മാനുവലായിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ബ്രൗസറിൽ ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആണ്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ പ്രോജക്ട്സിൽ പോയി നോക്കുക. കണ്ടില്ലായിരുന്നോ? നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത പ്രോജക്റ്റാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാ ഫയലും ഉണ്ടാകുന്ന നോക്കാം. ഈ കാണുന്നതാണ് നമ്മുടെ സ്കീമാറ്റിക് ഫയൽ. ഈ കാണുന്നതാണ് നമ്മുടെ PCB ഫയൽ. ഇത് കൂടാതെ തന്നെ 3D ഡിസൈനും ബിൽ ഓഫ് മെറ്റീരിയലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാ ഫയലും അവൈലബിൾ ആണ് ഇപ്പോൾ ഓൺലൈനായിട്ട്. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മളിപ്പോൾ പ്രോജക്റ്റ് അപ്ലോഡ് ചെയ്ത സമയത്ത് നമ്മുടെ പ്രോജക്റ്റിനെ പറ്റിയുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഉണ്ടല്ലേ, എന്തൊക്കെ ഫയൽസ് ആണുള്ളത്, കമ്പോണൻസ് ആണുള്ളത്, നെറ്റ്വർക്ക് ആണുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇനി നമുക്ക് തിരിച്ച് PCB ഡിസൈനറിലേക്ക് വന്നിട്ട് നമ്മുടെ സർക്യൂട്ടിൽ ഒരു ചെറിയ മാറ്റം വരുത്തി നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, 2 പൊട്ടൻഷ്യോമീറ്റർ ഉണ്ടല്ലേ. നമുക്ക് ഈ ഒരു പൊട്ടൻഷ്യോമീറ്റർ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. എന്ത് പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഒരു പൊട്ടൻഷ്യോമീറ്റർ ആണുള്ളത്. നമ്മളിപ്പോൾ ഈ ഒരു ഫയൽ സേവ് ചെയ്തിട്ടുണ്ടല്ലേ. ഇനി ഈ സേവ്ഡ് വേർഷനും തൊട്ട് മുന്നേ സേവ് ചെയ്ത വേർഷനും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് നോക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഈ 2 വേർഷനുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഹിസ്റ്ററി ആൻഡ് വേർഷൻ കൺട്രോൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്തിനാണ് കമ്പയർ ചെയ്യുന്നത്? നമ്മൾ സ്കീമാറ്റിക്സ് ആണല്ലേ. ഏത് സ്കീമാറ്റിക്സുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? ലേറ്റസ്റ്റ് കമ്മിറ്റ്ലെസ് സ്കീമാറ്റിക്സുമായിട്ടാണല്ലേ. അതുകൊണ്ട് ലേറ്റസ്റ്റ് കമ്മിറ്റ് സെലക്ട് ചെയ്യുക. ഇത് ഒരു കമ്പാരിസൺ വിൻഡോ ഓപ്പൺ ആക്കും. ഓക്കെ, നമ്മുടെ ബ്രൗസറിലായിരിക്കും ഇത് ഓപ്പണായി വരുന്നത്. ഇവിടെ നമുക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ അറിയാം, റെഡ് മാർക്കിൽ ഒരു കമ്പോണൻറ്റും കുറച്ച് കണക്ഷനും കാണിക്കുന്നുണ്ടല്ലേ. സോ ബേസിക്കലി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കമ്പോണൻറ്റും ഈ ഒരു കണക്ഷനും നമ്മൾ പുതിയ സർക്യൂട്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പഴയ സർക്യൂട്ടിൽ ഈ ഒരു കമ്പോണൻറ്റും കണക്ഷനും ഉണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. സോ ബേസിക്കലി ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ള സർക്യൂട്ടിൽ നമ്മൾ വരുത്തിയ ചേഞ്ചസ്. ഇനി നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് തിരിച്ച് PCB ഡിസൈനറിലേക്ക് പോയിട്ട് ഈ വരുത്തിയ ചേഞ്ചസ് എല്ലാം നമ്മുടെ ഓൺലൈൻ വർക്ക് സ്പേസിലുള്ള പ്രോജക്റ്റിലേക്ക് കമ്മിറ്റ് ചെയ്യാം. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഹിസ്റ്ററി ആൻഡ് വേർഷൻ കൺട്രോളിൽ പോയിട്ട് കമ്മിറ്റ് ഹോൾ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ ഒരു കമൻറ്റ് കൊടുക്കാം. എന്തെങ്കിലും ഒരു കമൻറ്റ്, അതായത് ആ ഒരു വേർഷൻ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ്. എന്നിട്ട് കമ്മിറ്റ് ആൻഡ് പുഷ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇത്രയും വരുത്തിയ മോഡിഫിക്കേഷനുള്ള വേർഷൻ ഓൺലൈൻ വർക്ക് സ്പേസിൽ അപ്ഡേറ്റ് ആവും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഹിസ്റ്ററിയിൽ പോവുക. ഓക്കെ, എന്നിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇപ്പോൾ വരുത്തിയ ആ ചേഞ്ചസ് ഉള്ള കമ്മിറ്റ് അറിയാൻ പറ്റുമല്ലേ. ഇവിടെ ഇപ്പോൾ ഡിസൈൻ ഡിഫറൻഷ്യൽ ഈസ് ബീങ് കാൽക്കുലേറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അത് കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ ലോഡായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പുതിയ വേർഷനിൽ വരുത്തിയ ചേഞ്ചസ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ കൊടുത്ത കമൻറ്റ് വെച്ചിട്ട് നമുക്ക് ഈ കമ്മിറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് PCB ഡിസൈനറിലേക്ക് പോവാം. എന്നിട്ട് ഈ സർക്യൂട്ടിൽ നിന്നും ഈ കാണുന്ന പൊട്ടൻഷ്യോമീറ്ററും ആ 2 കണക്ഷനും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വേർഷനും തൊട്ട് മുന്നത്തെ വേർഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രോജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഹിസ്റ്ററി ആൻഡ് വേർഷൻ കൺട്രോൾ എടുക്കുക. അതിനകത്ത് കമ്പയർ സ്കീമാറ്റിക്സ് ടു ലേറ്റസ്റ്റ് കമ്മിറ്റ്.
ഓക്കെ, ഇത് സെലക്ട് ചെയ്യുക. നമ്മുടെ ബ്രൗസർ നേരത്തെ പോലെ തന്നെ ഓപ്പണായി വരും. ഓക്കെ, ഇവിടെ കണ്ടില്ലേ നമ്മുടെ രണ്ടാമത്തെ പൊട്ടൻഷ്യോമീറ്റർ ഡിലീറ്റ് ചെയ്ത കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ടല്ലേ. രണ്ടാമത്തെ പൊട്ടൻഷ്യോമീറ്റർ എന്തൊക്കെയായിട്ടാണ് കണക്ട് ചെയ്തിരുന്നത്, അതിൻ്റെ പേരെന്തൊക്കെയാണ്, ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ മുഴുവൻ ലിസ്റ്റും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം. നമുക്ക് ഈ ഒരു ബ്രൗസർ മിനിമൈസ് ചെയ്തിട്ട് തിരിച്ച് PCB ഡിസൈനറിലേക്ക് പോയിട്ട് ഈ വരുത്തിയ ചേഞ്ചസ് നമ്മൾ ഓൺലൈൻ വർക്ക് സ്പേസിലുള്ള പ്രോജക്റ്റിലേക്ക് കമ്മിറ്റ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഹിസ്റ്ററി ആൻഡ് വേർഷൻ കൺട്രോളിൽ പോവുക, കമ്മിറ്റ് ഹോൾ പ്രോജക്റ്റ് കൊടുക്കുക. ഒരു കമൻറ്റ്, നമുക്ക് ആ ഒരു ചേഞ്ചസ്, ആ ഒരു കമ്മിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമൻറ്റ് കൊടുക്കുക. എന്നിട്ട് കമ്മിറ്റ് ആൻഡ് പുഷ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തിരിച്ച് ബ്രൗസറിലേക്ക് പോവുക. ഹിസ്റ്ററിയിൽ ഈ ഒരു പേജ് നമുക്ക് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, റിഫ്രഷ് ആയിട്ടുണ്ട്. കണ്ടില്ലേ നമ്മുടെ ലേറ്റസ്റ്റ് കമ്മിറ്റ് ടൈമുണ്ട്, ആരാണ് കമ്മിറ്റ് ചെയ്തതെന്നുണ്ട്, ടൈമുണ്ട്. അതുപോലെ ഡിസൈൻ ഡിഫറൻഷ്യൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഏതൊക്കെ ഫയലിലാണ് മാറ്റം വരുത്തിയത്, ഏതൊക്കെ കമ്പോണൻ്റാണ് ആഡ് ചെയ്തതാണോ റിമൂവ് ചെയ്തതാണോ, ഏതൊക്കെ നെറ്റ്സിലാണ് മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ അറിയാൻ പറ്റും അല്ലേ. ഇതാണ് ബേസിക്കലി വേർഷൻ കൺട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോജക്റ്റിൻ്റെ പല പല ഫേസസിലുള്ള ഡിസൈൻസ് നമുക്ക് പല പല വേർഷനായിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റിൽ ഒരു കമ്മിറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് കമ്പയറിനുള്ള ഓപ്ഷൻ ഉണ്ട്. കമ്പയറിനകത്ത് സ്കീമാറ്റിക്സിൽ പോയിട്ട് പ്രീവിയസ് കമ്മിറ്റ് അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ ഏത് കമ്മിറ്റായിട്ട് വേണമെങ്കിലും നമുക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. പുതിയൊരു ബ്രൗസർ അല്ലെങ്കിൽ പുതിയൊരു ടാബ് ഓപ്പണായി വരും. നമുക്ക് അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ കമ്മിറ്റിൽ നിർത്തിയ ഓരോ ചേഞ്ചസ് നമുക്ക് കമ്പയർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു വേർഷനിലേക്ക് തിരിച്ച് പോകാനും പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ആൽറ്റിയത്തിൻ്റെ വേർഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഫീച്ചർ യൂസ് ചെയ്യുന്നത്.